സൂരജ്പൂർ ഗ്രാമം പച്ചപ്പുള്ളതായിരുന്നു. അവിടെയുള്ള ജനങ്ങൾ പ്രകൃതിയുടെ വരദാനത്തിനെ ബഹുമാനിച്ചിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു ആലമരമുണ്ടായിരുന്നു. അതിനെ അവിടെയുള്ള ജനങ്ങൾ ദൈവമായി കരുതി പൂജ ചെയ്തിരുന്നു. ശാന്തി അമ്മ അവരാണ് ഗ്രാമത്തിന്റെ തലവി. അവരും കമലയും ആലമരത്തിന് പൂജ ചെയ്യുകയായിരുന്നു. ഈ ദൈവമായ ആലമരം ഇന്ന് വരെ നമ്മുടെ ഗ്രാമത്തിന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രാമത്തെയും ഇവിടെയുള്ള ജനങ്ങളെയും അത് രക്ഷിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആന്റി. ഇത് നമ്മളെ സംബന്ധിച്ച ഒരു മരം മാത്രമല്ല, നമ്മുടെ ജീവിതം. എന്റെ കുഞ്ഞു പ്രായം മുതൽ ഇന്ന് വരെ ഞാനൊരു കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മരത്തിനടിയിലിരുന്ന് ഒരു സാധു സൂര്യദേവനെ നമസ്കരിക്കുകയായിരുന്നു അത്രേ. അപ്പോൾ ഇതൊരു കാടായിരുന്നു അത്രേ. കാട്ടിലെ ആലമരത്തിന് താഴെ സൂര്യദേവന് വേണ്ടി തപസ്സിരുന്ന് തന്റെ തപസ് ശരിയായതിനു ശേഷം സാധു തന്റെ കണ്ണുകൾ തുറന്നു. നമസ്കാരം സൂര്യദേവ. നിങ്ങളെ വിചാരിച്ച് ദൗം ചെയ്ത് ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ നിന്ന് എനിക്ക് കിട്ടിയ ഈ ശക്തിനെ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കും. ഈ മരം എന്നെ വെയിലത്തും മഴയത്തുനിന്ന് രക്ഷിപ്പിക്കുന്നു. ഞാൻ ഈ മരത്തിന് ഒരു അനുഗ്രഹം തരാൻ പോവാണ്. അതായത് ജനങ്ങൾ ഈ മരത്തിനെ അഭിനന്ദിക്കും, ഇതിനെ പൂജിക്കും. ആരെങ്കിലും ഈ മരത്തിനെ വെട്ടാൻ ശ്രമിച്ചാൽ അപ്പൊ ഈ സ്ഥലത്തിരുന്ന് വെയില് കാണാതെ പോയിരിക്കും. പിന്നെ ഈ സ്ഥലത്തിന്റെ സൂര്യൻ മുഴുവനും പനിയായി മാറും. ഇങ്ങനെ ഒരു അനുഗ്രഹം നൽകിയിട്ട് സാധു അവിടെ നിന്നും പോയി. പിന്നെ ഈ ഗ്രാമം രൂപപ്പെട്ടതും ഇവിടേക്ക് ജനങ്ങൾ വന്നു. എന്നിട്ട് ഈ മരത്തിനെ പൂജിക്കാൻ തുടങ്ങി. പറയപ്പെടുന്നത് എന്താണെന്നാൽ നമ്മുടെ ഗ്രാമത്തിൽ യാതൊരു നല്ല കാര്യവും നടന്നാലും ഇത് കാരണമാണ് നടക്കുന്നതെന്ന് പറയുന്നു. ഈ ആലമരം സൂരജ്പൂരിലെ ജനങ്ങൾക്ക് ദൈവത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ ഇതിനെ വിശ്വസിച്ചു. പക്ഷേ ഒരു ദിവസം ശാന്തി അമ്മ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവർ ശ്രദ്ധിച്ചു, അല്ല, ഇവരിതെന്താ കാണിക്കുന്നത്? ആ ആലമരത്തിനടുത്തായി മരം വെട്ടുന്ന ആൾ മരം വെട്ടുകയായിരുന്നു. ഗവൺമെന്റ് ഓഫീസറായ കുമാർ അവിടെ നിന്നു. മരം വെട്ടിക്കൊണ്ടിരിക്കാണ്. നോക്കിയേ, നിങ്ങളുടെ ഗ്രാമം ഇനി വളർച്ച നോക്കി പോവാൻ പോവാണ്. നിങ്ങളുടെ ഗ്രാമത്തില് ഇനി ഇടാൻ പോണ റോഡ് അത് നേരെ ഹൈവേയിലേക്ക് ചെന്ന് എത്തിപ്പെടും. ഇനി നിങ്ങൾ നഗരത്തിലേക്ക് പോവാൻ ഒരു ശ്രമവും പെടേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് അധികാരം നൽകിയത് ആരാണ്? ഞാൻ ഈ ഗ്രാമത്തിന്റെ തലവിയാണ്. ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഓർഡറും പഞ്ചായത്തിൽ നിന്നും വന്നില്ല. ഞങ്ങളത് അയച്ചതാണ്. അത് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങളത് ശ്രദ്ധിക്കാതെ വിട്ടിരിക്കുന്ന തോന്നുന്നത്. ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ചെല്ലു, ചെന്ന് നിങ്ങളുടെ ജോലി നോക്കൂ. ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ മരം ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ജീവനാണ്. ഇത് ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ ഈ മരത്തിനെ പൂജിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ ഇപ്പോൾ തന്നെ ഗ്രാമത്തിലെ ജനങ്ങളെ വിളിക്കാം. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ആ ആലമരത്തിനടുത്ത് വന്ന് നിന്ന് കുമാറിനെ എതിർക്കാൻ തുടങ്ങി. ദേ നോക്കൂ സാർ, എന്ത് സംഭവിച്ചാലും ശരി, ഞങ്ങൾ ഈ മരത്തിനെ വെട്ടാൻ നിങ്ങളെ അനുവദിക്കില്ല. അതെ അതെ, ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്തോളൂ. അപ്പോഴാണ് തലവന്റെ സ്ഥാനം ആഗ്രഹിച്ച ദേവേന്ദർ പറഞ്ഞത്, അവൻ ശാന്തി അമ്മയുടെ ശത്രുവാണ്. ഷെഡോ, എല്ലാവരും ഒന്ന് നിർത്തൂ. മരം വെട്ടണമെന്ന് ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. അതിനെതിർത്ത് പോരാടുന്നത് വലിയ കുറ്റമാണ്. അതെ, നിങ്ങളുടെ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ഇതുവരെ എന്റെ ജോലി തടയാനായിട്ട് ആർക്കും ഒരു ധൈര്യം വന്നിട്ടില്ല. സാറേ, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവര് മനസ്സിലാക്കുന്നില്ലല്ലോ. ദേവേന്ദ്രണ്ണ, നിങ്ങളും അവരെ പോലെ സംസാരിക്കല്ലേ. ഇവർ നമ്മുടെ ആലമരത്തിനെ വെട്ടുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ അതിന് സമ്മതിക്കാൻ പാടില്ല. മരം വെട്ടുന്ന ആൾ ആ മരത്തിന്റെ ചില ചില്ലകൾ മുറിച്ചു കളഞ്ഞു. ഇവിടെ നോക്കൂ, നിങ്ങൾ വലിയ തെറ്റാണ് ചെയ്യുന്നത്. സർക്കാരിന്റെ ഓർഡർ എതിർത്ത് പോരാടുന്നത് വലിയ ഒരു കുറ്റമാണ് കേട്ടോ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ വലിയ ആക്ഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞങ്ങൾ ഈ മരത്തിനെ വെട്ടാൻ സമ്മതിക്കില്ല. ആരെങ്കിലും ഈ മരം വെട്ടുകയാണെങ്കിൽ ഞങ്ങൾ അവരെ തന്നെ വെട്ടിയേക്കും. ശാന്തിയമ്മ ഇങ്ങനെ പറഞ്ഞതും തന്നെ കുമാർ പേടിച്ചുപോയി. ഇവിടെ നോക്കൂ, ഇപ്പൊ വേണമെങ്കിൽ ഞാൻ പോവാം. പക്ഷേ ഇനി കുറച്ച് ദിവസം കൊണ്ട് കോടതി അനുവാദം മേടിച്ചും പോലീസും കൂട്ടിയിട്ട് ഞാൻ വരും. അന്ന് ഞാൻ നോക്കാം നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ മരത്തിനെ എങ്ങനെ രക്ഷിക്കുന്നെന്ന്. മരത്തിന്റെ മുറിച്ച ചില്ലകൾ കണ്ടിട്ട് ശാന്തിയമ്മ എന്തു പറഞ്ഞെന്നാൽ, അവസാനം ഇവന്മാർ നമ്മുടെ മരത്തിന്റെ ചില്ലകൾ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അവർ നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നില്ലല്ലോ. കുറച്ച് ദിവസത്തിന് ശേഷം അവർ പോലീസിനെ കൊണ്ടിവിടേക്ക് വരും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അവരോട് എങ്ങനെയെങ്കിലും നമ്മൾ പൊരുതി ജയിക്കാം. പക്ഷേ എൻ്റെ വിഷമമൊക്കെ ഈ ഗ്രാമത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നോർത്താണ്. ഒരുപക്ഷെ ആ സാധു നൽകിയ അനുഗ്രഹം ഫലിക്കുകയാണെങ്കിൽ
ദൈവമേ, എന്റെ ഗ്രാമത്തിനെ രക്ഷിക്കണേ. അടുത്ത ദിവസം ജനങ്ങൾ വീട്ടിന് പുറത്തു വന്നപ്പോൾ ഇന്ന് മഞ്ഞു കുറച്ച് കൂടുതലുണ്ടല്ലോ. എന്റെ ദൈവമേ, എന്തു തോന്നുന്നാൽ സൂര്യനെ ആരോ മഞ്ഞുകൊണ്ട് മൂടിയതുപോലെയുണ്ട്. പിന്നീട് എന്താ, സൂരജ്പൂർ ഗ്രാമത്തിന്റെ സൂര്യൻ മഞ്ഞായി മാറി. കമല നടന്നു ചെന്നു. അവിടെ വയലിനടുത്ത് വിമല കരയുകയായിരുന്നു. അല്ല, എന്താ പറ്റിയത് ചേച്ചി? ഞാൻ എന്തു പറയാനാണ്? ഇങ്ങോട്ട് നോക്കിയേ, എന്റെ പാടത്തുണ്ടായിരുന്ന കൃഷിയൊക്കെ നശിച്ചുപോയി. ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യും? പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? നീ എന്താണ് ഈ ചോദിക്കുന്നത്? ഈ മഞ്ഞു സൂര്യൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. കമലയും വിമലയും ശാന്തി അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. ആന്റി, എന്തു പറ്റി? എന്തു പറയാനാ, ഈ മഞ്ഞു കാരണം ഞാൻ ആഗ്രഹിച്ചു വളർത്ത എന്റെ പശു മരിച്ചുപോയി. ആ ആലമരം മുറിച്ചത് കാരണം സൂര്യൻ മഞ്ഞു സൂര്യനായി. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ. അതെ, എന്റെ പാടത്തുണ്ടായിരുന്ന കൃഷികളും നശിച്ചു പോയിരിക്കുന്നു. അവർ ചില്ലകൾ മുറിച്ചതിന് തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ. മഞ്ഞു സൂര്യൻ വന്നിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, ഒരുപക്ഷെ ആ ഓഫീസർ ആളുകളെ കൊണ്ടുവന്ന് മരം വെട്ടുകയാണെങ്കിൽ എന്താകും? ഈ മഞ്ഞു സൂര്യൻ ഈ ഗ്രാമത്തിനെ മൊത്തം നശിപ്പിച്ചു കളയുമല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ. ആ ഓഫീസർ നിയമം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും നിയമപൂർവ്വം വേണം ഇത് കൈകാര്യം ചെയ്യാൻ. കമല, വിമല, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ശാന്തി അമ്മ വിളിച്ചതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ വന്നു. ഇങ്ങോട്ട് നോക്കൂ സഹോദര സഹോദരികളെ, നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്ന ആ ഓഫീസർ നമ്മുടെ ആലമരത്തിനെ വെട്ടാൻ ശ്രമിക്കുകയാണ്. അന്ന് അവർ ഈ മരത്തിന്റെ ചില്ലകൾ മുറിച്ചത് കാരണം നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ മഞ്ഞു സൂര്യൻ വന്നിരിക്കുകയാണ്. അത് കാരണമാണ് നമ്മൾ ഇപ്പോൾ കഷ്ടപ്പെടുന്നത്. കൃഷിക്കാരുടെ കൃഷി മൊത്തം നശിച്ചുപോയി. ഗ്രാമത്തിലുണ്ടായിരുന്ന മൃഗങ്ങൾ, ആട്, കോഴി, പശു എല്ലാം മരിക്കുന്നു. ജനങ്ങൾക്ക് അസുഖം പിടിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, മരം മൊത്തം വെട്ടുകയാണെങ്കിൽ പിന്നെ എന്തു സംഭവിക്കും? ആകെ പ്രശ്നമാകും. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തേ തീരൂ. ആ ആലമരം മുറിക്കുന്നത് തടയാൻ ഒരു മാർഗമേ ഉള്ളൂ. അത് നമ്മുടെ ഗ്രാമത്തിന്റെ ഒത്തൊരുമ മാത്രമാണ്. നമ്മൾ എല്ലാം ചേർന്ന ഗവൺമെന്റിന് ഈ പവിത്രമായ ആലമരത്തിനെ വെട്ടരുതെന്ന് റിക്വസ്റ്റ് കൊടുക്കണം. അതിന് നമ്മൾ ഉടനെ ഒരു പരാതി നൽകേണ്ടതാണ്. അതിൽ നിങ്ങൾ എല്ലാവരും സൈൻ ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോഴാണ് ശത്രുവായ ദേവേന്ദ്രൻ എന്തു പറഞ്ഞെന്നാൽ, ശാന്തമ്മേ, ഗ്രാമത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ നോക്കല്ലേ. നമ്മൾ പോരാടിയാൽ സർക്കാർ അതിനെ എടുക്കുന്നാണോ? അല്ലയോ ദേവേന്ദ്രൻ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ജനങ്ങൾ എന്തു പറയണമെന്നാൽ മരം വെട്ടാതെ നിങ്ങൾ റോഡ് ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അതിന് ഗവൺമെന്റ് സമ്മതിക്കില്ലേ എന്തേ? തീർച്ചയായും സമ്മതിക്കും. അതെ, തീർച്ചയായും സമ്മതിക്കും. ശാന്തിയമ്മ എന്തു പറയുന്നുവോ നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം. ഗ്രാമത്തിലെ ജനങ്ങൾ തയ്യാറായി. പക്ഷേ ദേവേന്ദർ കുമാർ സാറിനെ കാണാൻ ഓഫീസ് ക്യാബിനിലേക്ക് ചെന്നു. ഇവിടെ നോക്ക് സർ, എല്ലാവരും ചേർന്ന് സർക്കാരിന്റെ അടുത്ത് പോരാട്ടം ചെയ്താലേ പിന്നെ മരത്തിനെ വെട്ടാൻ സാധിക്കില്ല. എടോ, അവന്റെ സംസാരം നീ വിട്ടുകളയേ. അവര് എന്റെ ജോലിനെ തടഞ്ഞിട്ട് എന്റെ ക്ഷമേനെ ഒരുപാട് പരിശോധിച്ചിരിക്കുകയാണ്. ഞാൻ അവനെ വെറുതെ വിടില്ല, നോക്കിക്കോ. നാളെ തന്നെ എന്റെ ആൾക്കാരിനെ പോലീസിന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരും. ഒരുപക്ഷെ ആരെങ്കിലും തടയാൻ വന്നാലേ അവരിനെ പോലീസ് നോക്കും. ശരി സാറ്, നിങ്ങൾ നാളെ വരൂ. ജനങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാലേ മനസ്സിലാവൂ. അടുത്ത ദിവസം കുമാർ പോലീസിനെയും കൊണ്ട് ആ മരം വെട്ടാനായി ചെന്നപ്പോൾ, പറ്റില്ല, ഞങ്ങൾ ഈ മരം വെട്ടാൻ നിങ്ങളെ സമ്മതിക്കുകയില്ല. ഇവിടെ നോക്കൂ, ഈ മരത്തിനെ വെട്ടാമെന്ന് ഞങ്ങളുടെ കയ്യിൽ ഓർഡർ ഉണ്ട്. നിങ്ങളത് തടയാൻ വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ പരാതി നൽകിയിരിക്കാണ്, ഈ മരം വെട്ടാതെ നിങ്ങൾ റോഡ് ഇടാമെന്ന് പറഞ്ഞ്. ഇവിടെ നോക്കൂ, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ആദ്യം ഞങ്ങളുടെ ജോലി ചെയ്യാൻ നിങ്ങൾ അനുവദിക്കൂ. ശാന്തി ദേവി, നിങ്ങൾ എന്തിനാ ഗ്രാമത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തടയാൻ നിൽക്കുന്നത്? ഈ ഗ്രാമം നന്നാവാൻ വേണ്ടിയാണ് ഞാൻ തലവിയായി മാറിയത്. ഒരുപക്ഷെ നിങ്ങൾ ഈ മരം വെട്ടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഗ്രാമം നശിച്ചു പോകും. ഈ മഞ്ഞു മൂടിയ സൂര്യൻ നിങ്ങളുടെ കണ്ണിന് കാണുന്നില്ലേ? നിങ്ങൾ മരത്തിലെ ചില ചില്ലകൾ മുറിച്ചു കളഞ്ഞില്ലേ? അത് കാരണമാണ് ഇങ്ങനെ. നിങ്ങൾ ഈ മരം വെട്ടാതെ പോലും അടുത്ത് റോഡ് ഇട്ടു തരാമല്ലോ. ഈ ഉത്തരം ഞാൻ കേൾക്കില്ല. ചെല്ലു, ചെന്ന് മരത്തിനെ വെട്ടോ. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആ മരത്തിനെ ചുറ്റി നിന്നു. അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അനുവദിക്കില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ പറയണം. ഞാൻ നിങ്ങൾക്ക് പറയണ കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ. സർക്കാരിനെ അവന്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ അത് നമുക്ക് നല്ലതല്ല. ദേവേന്ദർ, നീ വെറുതെ പദവി ആഗ്രഹിച്ച ഇവരോടൊപ്പം ചേർന്ന് ഈ ഗ്രാമത്തിന് ദ്രോഹം ചെയ്തു കളയല്ലേ. അത് അത്ര നല്ലതൊന്നുമല്ല.
ദേ ഇവിടെ നോക്കൂ, നിങ്ങൾ മിണ്ടാതിരിക്കൂ. ഞങ്ങളെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. പറ്റില്ല, ഇതൊരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോഴാണ് ഒരു ശബ്ദം എല്ലാവരുടെ ശ്രദ്ധയും അദ്ദേഹത്തിലേക്ക് എത്തിച്ചത്. ഇദ്ദേഹം കുമാർസിയുടെ വലിയ ഓഫീസറാണ്. നിർത്തൂ സാർ. നിങ്ങള് ഇതെന്താ കുമാരേ? ഇവര് കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം സർക്കാർ ഇവർ തന്ന കംപ്ലൈന്റ് ഏറ്റെടുത്തു. അതിനുശേഷം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഒരു മരത്തിനെ വെട്ടാതെ നിങ്ങൾക്ക് റോഡ് ഇടാൻ പറ്റുമെങ്കിലേ പിന്നെ നിങ്ങൾ എന്തിനാ ജനങ്ങളെ ആവശ്യമില്ലാതെ കഷ്ടപ്പെടുത്തുന്നത്? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓർഡർ ഇടുകയാണ്, ഈ മരത്തിനെ വെട്ടാൻ പാടില്ല. പിന്നെ ആ റോഡിനെ ഈ മരത്തിനെ വെട്ടാതെ തന്നെ നിങ്ങൾ ഇടണം. മനസ്സിലായോ? ആ ശരി സാർ. ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഗ്രാമത്തിന്റെ ജനങ്ങൾക്ക് ഒരു കഷ്ടം വരാൻ പാടില്ല. ശരി സാർ. ഒരുപാട് നന്ദി സാറേ. നിങ്ങൾ വന്നത് കാരണം ഞങ്ങൾ ദൈവമായി കരുതുന്ന ഈ ആലമരം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ മഞ്ഞു സൂര്യനും സാധാരണമായി മാറുന്നതാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്ന ഈ മഞ്ഞു സൂര്യൻ ഞങ്ങളുടെ ഗ്രാമത്തിനെ നശിപ്പിച്ചേനെ. ശാന്തി ദേവി, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ഈ മരത്തിന് ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ ഗ്രാമത്തിന്റെ സൂര്യൻ പിന്നെയും പഴയതുപോലെ തന്നെ മാറിക്കളയും. അവിടെ നിന്നും ആ അധികാരി പോയതും തന്നെ ആ മഞ്ഞു സൂര്യൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തി. ദൈവമേ, മരം വെട്ടണമെന്ന കാര്യം തീർന്നതും എല്ലാം സാധാരണമായി മാറി. ദേവേന്ദ്രനെ പോലുള്ള ആളുകൾ വരും പോകും. പക്ഷേ നമ്മളൊക്കെ ഒത്തൊരുമയോടെ ഇരിക്കണം. എന്നാലേ നമ്മുടെ ഗ്രാമത്തിനെ രക്ഷിക്കാനാകൂ. എല്ലാരും വരൂ, നമ്മൾ ആലമരത്തിന് പൂജ ചെയ്യാം.